അച്ഛനു വന്ദനം. ഞാൻ ദേവേന്ദു. മണ്ണൂർ സെന്റ് പോൾസ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ലോകം കണ്ട കഥാകാരികളുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാകില്ല. കാരണം ഞാൻ വലിയ കഥാകാരിയൊന്നുമല്ല. പിന്നെ ഈ മഹത്തായ വേദി എന്നെ പോലുള്ളവർക്ക് കഴിവ് തെളിയിക്കുവാനുള്ള ഒരവസരമല്ലേ. അതുകൊണ്ട് ഞാനൊരു കഥ പറയാം. എന്റെ അവതരണം എത്ര മോശമായാലും ഈ കഥ നിങ്ങൾക്കൊരു പാഠമാകും, ഉറപ്പ്. ഞാൻ കഥ പറഞ്ഞു തുടങ്ങട്ടെ. എന്റെ കഥയുടെ പേരാണ് പഴയ പാത്രങ്ങൾ. രാഘവൻ മാഷ് ക്ലാസ്സിൽ കഥ തുടരുകയാണ്. മുത്തശ്ശന്റെ മരണശേഷം ആ പാത്രം കഴുകി അലമാരയിൽ സൂക്ഷിക്കുന്നത് കണ്ട് പിതാവ് മകനോട് ചോദിച്ചു, എന്തിനാണ് മകനെ ആ പാത്രം? അച്ഛനും വയസ്സായി വരികയല്ലേ. മകൻ പറഞ്ഞു. തലയൊന്ന് ഉയർത്തിയിട്ട് രാഘവൻ മാഷ് കുട്ടികളെ എല്ലാവരെയും ഒന്ന് നോക്കി. എല്ലാവരും കഥ ആസ്വദിച്ചിരിക്കുകയാണ്. പെട്ടെന്നൊരു ഏങ്ങലടി കേട്ട് മാഷ് നോക്കിയപ്പോൾ അതാ നമ്മുടെ മാളു ഇരുന്നു കരയുന്നു. എന്താ മോളെ, നീ എന്തിനാണ് കരയുന്നത്? എന്തിനായിരിക്കും മാളു കരയുന്നത്? രാഘവൻ മാഷ് അമ്പരന്നു. സ്കൂളിലെ ഏറ്റവും സമ്പന്നയായ കുട്ടി, അച്ഛനും അമ്മയും നഗരം അറിയപ്പെടുന്ന എഞ്ചിനീയർമാർ, പഠിക്കാനോ മിടുക്കി. എന്തു പറ്റി മോളെ, നീ എന്തിനാണ് കരയുന്നത്? രാഘവൻ മാഷ് അവളെ ചേർത്തു നിർത്തി. മാഷേ, എന്റെ അച്ഛനും ഇതുപോലെയാ എന്റെ അച്ഛമ്മയോട് എന്നും പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. എന്റെ അച്ഛമ്മ ഒരു പാവമാണ് മാഷേ. അച്ഛന്റെയും അമ്മയുടെയും തിരക്കുകൾക്കിടയിൽ അച്ഛമ്മയായിരുന്നു എനിക്കൊരു കൂട്ട്. എനിക്ക് കഥയും പാട്ടും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു. അച്ഛന്റെ കുട്ടിക്കാലത്തെ കുസൃതികളും അച്ഛന്റെ പഠനത്തിനായി പണം കണ്ടെത്താൻ അച്ഛമ്മ പെട്ട പ്രയാസങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, എന്റെ അച്ഛൻ എന്താ ഇങ്ങനെയായത്? എന്റെ അച്ഛൻ ഇപ്പോൾ അച്ഛമ്മയോട് മിണ്ടാറേയില്ല. കഴിഞ്ഞ ആഴ്ച അച്ഛൻ വരുമ്പോൾ ഞാനും അച്ഛമ്മയും കഥ പറഞ്ഞിരിക്കുകയായിരുന്നു. അച്ഛൻ വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല. നിങ്ങളാ ഈ കുട്ടിയെയും കൂടി ചീത്തയാക്കുന്നത്. അച്ഛന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അച്ഛൻ എന്നെ പിടിച്ചു വലിച്ച് അച്ഛമ്മയുടെ മുറിയിൽ നിന്നിറക്കി ആ വാതിൽ വലിച്ചടച്ചു. പിന്നെ ആ വാതിൽ അടഞ്ഞു തന്നെ കിടന്നു. എങ്ങനെയായിരിക്കും എന്റെ അച്ഛമ്മ വല്ലതും കഴിക്കുക? എനിക്ക് സംശയമായി. ഞാനത് അമ്മയോട് ചോദിച്ചു. മിണ്ടാതിരുന്നോളണം ഇവിടെ, അല്ലെങ്കിൽ ഞാൻ പിന്നെ ആരോടും ഒന്നും മിണ്ടിയില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അച്ഛമ്മയുടെ മുറിയുടെ വാതിക്കൽ ഞാൻ കാതോർക്കും. എന്തിനാണെന്നറിയാമോ? അച്ഛമ്മയുടെ നാമജപം കേൾക്കാൻ. ഒരു ദിവസം അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു. നാമം ജപിക്കുക കിളവി, ചത്ത് കട്ടിലൊഴിയുന്ന മട്ടില്ല. അത് കേട്ടതിന് ശേഷം എനിക്ക് അവിടെ നിൽക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ മുറിയിലേക്ക് ഓടിപ്പോയിരുന്നു കരഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ ഉറക്കമുണർന്നപ്പോൾ അച്ഛമ്മയുടെ മുറിയിലേക്ക് നോക്കി. ആ വാതിലതാ തുറന്നു കിടക്കുന്നു. എനിക്ക് സന്തോഷമായി. ഞാൻ ആ മുറിയിലേക്ക് പതുക്കെ കയറി. അച്ഛമ്മയതാ കുളിച്ചൊരുങ്ങി സെറ്റ് മുണ്ടുമൊക്കെ എടുത്ത് സുന്ദരിയായിരിക്കുന്നു. വാ മോളെ വാ, അച്ഛമ്മയുടെ പൊന്നുമോള് വാ. അച്ഛമ്മ എന്നെ വിളിച്ചു. ഞാൻ അച്ഛമ്മയുടെ അടുത്തിരുന്നു. അച്ഛമ്മേ അച്ഛമ്മേ, അച്ഛമ്മ എങ്ങോട്ടാ? മോളെ മാളു, ഇന്ന് രാവിലെ നിന്റെ അച്ഛൻ എന്നോട് പറയാ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന്. നിന്റെ അച്ഛൻ ഇതെന്തേ പറ്റിയത്? അച്ഛമ്മേ അച്ഛമ്മേ, ഞാനും വന്നോട്ടെ നിങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക്? മോളുടെ അച്ഛനോട് ചോദിക്ക്. ഞാൻ അച്ഛന്റെ അടുത്തേക്ക് ഓടി. അച്ഛാ അച്ഛാ, ഞാനും വന്നോട്ടെ നിങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക്? വേണ്ട മാളു, നിനക്ക് സ്കൂളില്ലേ? നിന്നെ ഞാൻ പിന്നീട് ഒരിക്കൽ കൊണ്ടുപോകാം. നീ വേഗം സ്കൂളിൽ പോകാൻ നോക്ക്. ഞാൻ സങ്കടത്തോടെ സ്കൂളിലേക്ക് പോയി. വൈകിട്ട് ഞാൻ സ്കൂൾ വിട്ടു വന്നപ്പോൾ അതാ ഉമ്മറത്ത് അച്ഛനും അമ്മയും ഇരിക്കുന്നു. രണ്ടുപേരുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ട്. അച്ഛമ്മേ അച്ഛമ്മേ, ഞാൻ അച്ഛമ്മയുടെ മുറിയിലേക്ക് പോയി. അവിടെയൊന്നും അച്ഛമ്മയില്ലായിരുന്നു. അച്ഛാ അച്ഛാ, അച്ഛമ്മ എവിടെ? മോളെ മാളു, ഇന്ന് രാവിലെ ഞാനും അച്ഛമ്മയും അമ്പലത്തിൽ പോയില്ലേ? അപ്പോൾ നിന്റെ അച്ഛമ്മയ്ക്ക് അവിടെ ഭജന ഇരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവരെ അവിടെ ആക്കി ഇങ്ങ് പോന്നു. എന്റെ മാഷെ,
പിന്നെ ഞാൻ എൻ്റെ അച്ഛമ്മയെ കണ്ടിട്ടേ ഇല്ല എന്നും പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. മാഷിനവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. മാഷ് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരോടും കൂടിയായി പറഞ്ഞു, നമ്മുടെ സമൂഹത്തിന് ഇതെന്താ പറ്റിയത്? സ്വന്തം അച്ഛനെയും അമ്മയെയും തള്ളിക്കളയാനായോ നമ്മുടെ സംസ്കാരം? അമ്പലങ്ങളിലും വൃദ്ധസദനങ്ങളിലും എന്തിനേറെ റെയിൽവേ സ്റ്റേഷനുകളിൽ പോലും ഇന്ന് എന്റെ മക്കൾ വന്ന് എന്നെ കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയോടെ എത്രയോ മാതാപിതാക്കൾ അന്തിയുറങ്ങുന്നു. നമ്മുടെ സമൂഹത്തിലെ ഈ തിന്മ മാറണം, മാറ്റണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. നന്ദി, നമസ്കാരം.